ഭയങ്കര സന്തോഷമാണ്. ആദ്യമായിട്ടാണ് ത്രൂ ഔട്ട് ഒരു മൂവി കിട്ടുന്നത്. ഭയങ്കര ഹാപ്പിയായി. കാരണം നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതില്. ഒരുപാട് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും പോയി കാണണം, മിസ് ചെയ്യരുത്. സൂപ്പർ മൂവിയാണ്, എല്ലാരും പോയി കാണണം. എല്ലാരും പോയി ഹാപ്പിയാണ്. ഹാപ്പിയാണ് എല്ലാവരുടെയും കൂടെ ഹാപ്പിയാണ്. വെരി ഗുഡ്. സന്തോഷം. ഇത്രയും വലിയൊരു ഗ്രൂപ്പിന്റെ കൂടെ, ബേസിന്റെ കൂടെ, നസ്രിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ട് വലിയ സന്തോഷം. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. പിന്നെ ഹാപ്പി ഹൗസിന്റെ പാടാണ്. ബ്യൂട്ടിഫുൾ. എം സി ഹായ്, എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ബട്ട് ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചു, സോ കൂടുതൽ പറയാൻ പറ്റൂല. ബട്ട് ഐ തിങ്ക് എല്ലാവർക്കും ഈ നസ്രിയ ബേസിൽ കോംബോ പുതിയതാണ്. സോ ഐ തിങ്ക് കോമഡി നല്ലതായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. സോ പ്ലീസ് എല്ലാവരും കാണും, സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു. ഞാൻ ഫുള്ളി എൻഗ്രോസ്ഡ് ആയിരുന്നു. ക്രിസ്റ്റോയുടെ മ്യൂസിക് വളരെ ഇഷ്ടപ്പെട്ടു. ഗ്രിപ്പിംഗ്. ഐ നോ, ഞാൻ ബിഗ് ടൈം നസ്രിയ ഫാൻ ആണ്. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആസ് എൻ ആക്ടർ ഐ ലേൺഡ് എ ലോട്ട്. സോ hope they do more together. Thank you so much. I'm one of the characters. It's related to the film, so കൂടുതൽ പറയാൻ പറ്റില്ല. But if you want to know, you should watch it. കണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്കിഷ്ടായി. നല്ല നസ്രിയ അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അതെ, തിയേറ്ററിലെ എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ നിങ്ങളെ പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. സിനിമ കണ്ടപ്പം ഒരു പ്രേക്ഷക എന്ന നിലയിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ദിസ് വർക്ക്. ആൻഡ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ടു ബി ലൈക്ക് ദിസ് ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. ത്രില്ലർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ബേസിലേട്ടൻ വില്ലനാണെന്നുള്ള ഓൾറെഡി നമുക്ക് അറിയാം. അപ്പം വില്ലൻ ക്യാരക്ടർ എനിക്കൊന്ന് പുതുമയാണ് ബേസിലേട്ടൻ്റെ. എനിക്കൊന്നും പറയാനില്ല. ബേസിക്കലി എനിക്ക് ഇത് വർക്കായി. ത്രില്ലിംഗ്, ഇറ്റ് വാസ് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ടൈം വാച്ചറാണ് ഞാൻ. നസ്രിയ ബേസിൽ കോംബോ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ ഐ ഹാഡ് ഗൂസ് ബംപ്സ്. ഐ ആം വെരി ഹാപ്പി. സന്തോഷം, വളരെ സന്തോഷം. സന്തോഷമാണ്. എന്തായാലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, അതുപോലെ കിട്ടിയും തോന്നുന്നു എല്ലാവർക്കും. സെറ്റിൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇന്റർവ്യൂലൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു സെറ്റിൽ. നെക്സ്റ്റ് ഇയർ ഉണ്ടാവും. വർക്കൗട്ട് ആയെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ആയിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്താ അതിഗംഭീര മേക്കിംഗ് ആണ് സിനിമയുടെ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ക്യാമറ ആണെങ്കിലും BGM ആണെങ്കിലും ടോപ്പ് ക്ലാസ് ആയിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും പെർഫോമൻസ് ആണെങ്കിലും ടോപ്പ് ക്ലാസ് ആണ്. പിന്നെ ഏതൊരു മിസ്റ്ററി ത്രില്ലറിനെയും വിജയിപ്പിക്കുന്ന അതിന്റെ മിസ്റ്ററി നമ്മൾ എത്രത്തോളം അത് കീപ്പ് ചെയ്യാൻ പറ്റും, നമ്മളെ കാണികൾ ഗസ് ചെയ്യാതെ ഇതിനെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അത് ഈ സിനിമ 100% വിജയിച്ചിട്ടുണ്ട്. അവസാനത്തെ ഒരു 5-6 മിനിറ്റിലല്ലാതെ ഇതിന്റെ ഒരു സീക്രട്ട് റിവീൽ ആവുന്നില്ല. നമ്മുടെ എല്ലാ ഗസ് വർക്കിനും അപ്പുറത്തേക്ക് ആ സിനിമയുടെ ക്ലൈമാക്സ് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ബേസിലിന്റെയും നസ്രിയയുടെ അതിഗംഭീര പെർഫോമൻസ് ആണ്. ബേസിൽ ആ ഒരു ഫാമിലി മാൻ എന്നുള്ള ആ ഒരു ലെവലിൽ നിന്നൊക്കെ വിട്ടിട്ട് ഇതിനകത്ത് ചെയ്ത മിസ്റ്റീരിക്കൽ ആയിട്ടുള്ള ക്യാരക്ടർ, അത് ബേസിൽ വളരെ ഒരു നോട്ടത്തിൽ പോലും ആ ഒരു മിസ്റ്ററി ഫീൽ ചെയ്യുന്ന രീതിയിൽ ബേസിൽ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നസ്രിയയും എല്ലാവരും അതിഗംഭീര പെർഫോമൻസ് ആണ്. ഒരു മസ്റ്റ് വാച്ച് ത്രില്ലറാണ് സൂക്ഷ്മദർശി.